പ്രിയപ്പെട്ട മുല്ലക്കൊടി CRC വായനശാല ജൈവ വായനവേദി അംഗങ്ങളെ, ഞാൻ അജിനി ടീച്ചർ, റാന്നി, പത്തനംതിട്ട. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ആർ പ്രസന്നകുമാർ രചിച്ച ഉറച്ചതാണ് വേരുകൾ എന്ന പുസ്തകമാണ്. ആത്മാവിൻ്റെ ഹൃദ്യമായ ആവിഷ്കാരം നടക്കുന്നത് കവിതയിലാണ്. ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കവിത ഇന്ന് സഞ്ചരിക്കുന്നു. എങ്കിലും കവിത കവിതയായി ജീവിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന കവിതകൾ ഇന്നും ധാരാളമായി വായിക്കപ്പെടുന്നു. കവിതയിൽ പ്രതീക്ഷയുടെ നാമ്പുകളായി ഒട്ടേറെ കവികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവരുടെ കവിതകൾ ആസ്വാദകർക്ക് ആശ്വാസം നൽകുന്നു. ചിന്തകളുടെ വേറിട്ട പദങ്ങളിലേക്ക് ആ കവിതകൾ വെളിച്ചം വീശുന്നു. ജീവിതത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങളിലേക്ക് ആ കവിതകൾ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ഡോക്ടർ ആർ പ്രസന്നകുമാർ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കവിയാണ്. ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെ വായനക്കാരുടെ മനം കവർന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. ഹൈഡ്രജനും പറയാനുണ്ട് എന്ന ഗ്രന്ഥത്തിന് കേരള ശാസ്ത്ര സാഹിത്യ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. നൂതനാശയ ഗവേഷണങ്ങൾക്ക് NCERTയുടെ ദേശീയ അവാർഡും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഉറച്ചതാണ് വേരുകൾ എന്ന കവിതാ സമാഹാരത്തിലൂടെ ഒരുപിടി കവിതകളുമായി അദ്ദേഹം എത്തിയിരിക്കുന്നു. പരവൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് പ്രസാധകർ. 2ാം പതിപ്പെത്തിയ ഈ കവിതാ സമാഹാരത്തിലൂടെ 100ൽ പരം ചെറു കവിതകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ലളിതമായ ഭാഷയിലൂടെ തൻ്റെ ആശയങ്ങൾ സന്നിവേശിപ്പിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. പ്രതിസന്ധികളിൽ തളരാതെ മാനവതയും സഹജീവി സ്നേഹവും ചേർത്തുപിടിച്ചു മുന്നേറാൻ തെളിഞ്ഞ മനസ്സും നേർചിന്തകളും നൽകണമെന്ന് കവി പ്രപഞ്ചത്തോട് നടത്തുന്ന അപേക്ഷയാണ് അദ്വാന്തം എന്ന ആദ്യ കവിതയിൽ. ഹേ പ്രപഞ്ചമേ, ഒഴിയാതെ നൽകണം എനിക്ക് നീ പ്രശ്നങ്ങൾ അനവധി. മുഖം നോക്കാതെ നൽകണം എനിക്ക് നീ പ്രതിസന്ധികൾ അനവധി. പൊരുതി മുന്നേറുവാൻ പതറാത്ത മനസ്സും തെളിവുള്ള ചിന്തയും എനിക്കേകി നീ എന്നെ മാനവനാക്കണം. നെഞ്ചിലെ സ്നേഹത്തമ്പുരുമീട്ടി പതിയെ പടികൾ കയറി വിജയസോപാനത്തിൽ എനിക്കെത്തുവാനാകണം. അവിടെ വെച്ച് എനിക്കേകുവാനാകണം മൺചെരാതുകൾ കുഞ്ഞിളം കൈകളിൽ. സ്വയം ഉയരുവാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് അറിവിൻ്റെ കെടാത്ത ദീപം കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുരുവിനെയാണ് അദ്വാന്തം എന്ന കവിതയിൽ കാണാനിടയാകുന്നത്. ആമയാകാം എന്ന കവിതയിൽ മത്സരത്തിൽ തോറ്റ മുയലാകുന്നതിനേക്കാൾ സുരക്ഷിതം ആമയാകുന്നതല്ലേ? ജീവിത വെല്ലുവിളികളെ സൂക്ഷ്മത കൊണ്ട് അതിജീവിച്ച ആമ എന്ന് കവി ചോദിക്കുമ്പോൾ നമുക്ക് തലകുലുക്കി സമ്മതിക്കാതെ തരമില്ല. ചൊല്ലാമോ പ്രണയത്തിൻ നിറമെന്തെന്ന് തേനുണ്ണാനെത്തിയ കരിവണ്ടിൻ കാതിൽ ശങ്കിച്ചു നിന്നു പൂമെല്ലച്ചൊല്ലി. ഉത്തരവും കവി തന്നെ കവിതയുടെ അവസാനം പറയുന്നുണ്ട്. പ്രണയത്തിന് ഒരു നിറം മാത്രം, നെഞ്ചിലെ ഹൃദയപ്പൂവിൻ നിറം ഒന്നു മാത്രം. സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള അതിശക്തമായ ഒരു നിരീക്ഷണമാണ് ഹവ്വ പിറന്നു എന്ന കവിത. എന്നും കുറ്റം ചെയ്തുകൊണ്ടിരുന്ന ആദത്തെ ദൈവം നീരസത്തോടെ നോക്കി. ഒരു ദിവസം ദൈവം ആദത്തെ ശകാരിച്ചു. ആദം കുലുങ്ങിയില്ല. ആദം പറഞ്ഞു, എനിക്കൊരിണ വേണം. എന്തിന്? കുറ്റങ്ങൾ ചാരാൻ എനിക്ക് മറ്റാരുമില്ല. ആദത്തെ കേട്ടു. ദൈവം ചിരിച്ചു. ഹവ്വ പിറന്നു. നോക്കൂ, കാലമേറെ പുരോഗമിച്ചിട്ടും ഇന്നും ഹവ്വയിൽ കുറ്റങ്ങൾ മാത്രം ചാരപ്പെടുന്നു. ആദത്തിൻ്റെ സഹായിയായി മാത്രം ഹവ്വയെ വാഴ്ത്തപ്പെടുന്നു. ഉച്ചഭാഷിണി എന്ന കവിത ശബ്ദമലിനീകരണത്തിനെതിരെയുള്ള രസാവഹവും അതിശക്തവുമായ ഒരു പ്രമേയമാണ്. തൊട്ടടുത്ത പറമ്പിൽ ഒരു തെങ്ങിൻ മണ്ടയിൽ നിന്നൊരുച്ചഭാഷിണി ഉറക്കെ ചിലയ്ക്കുന്നു കർണകഠോരം. അയാൾ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ അയാൾ ഒരു വരം ചോദിക്കുന്നു. എനിക്കെൻ്റെ വായ അടയ്ക്കാനും തുറക്കാനും കഴിയുന്ന പോലെ, കണ്ണുകൾ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന പോലെ എൻ്റെ ഇരുചെവികളും അടയ്ക്കാനും തുറക്കാനും കഴിയണം. ഇത് കേട്ട ദൈവം അപ്രത്യക്ഷനാകുന്നു. ഉച്ചഭാഷിണി അപ്പോഴും ചിലച്ചുകൊണ്ടിരുന്നു. ഭക്തിയെക്കുറിച്ച് കവിയുടെ വീക്ഷണം കൂവളത്തില പറയുന്നു എന്ന കവിതയിൽ ഇങ്ങനെ വായിക്കാം. കൂവളത്തില പറയുന്നു, വാഴക്കുലകളും സ്വർണ്ണ നാണയങ്ങളും ഞോട്ടുകെട്ടുകളും
ദിവ്യവസ്ത്രങ്ങളും രത്നമാലയും മേരുപർവ്വതവും കൊണ്ട് 100 ആവർത്തി തുലാഭാരം നടത്തിക്കിട്ടുന്ന ഫലം ദരിദ്രർക്കൊരു നേരം അന്നത്തിന് വക നൽകി പ്രസാദിച്ചാൽ കിട്ടും. നിയമവും നീതിയും എന്ന കവിതയിലെ നിരീക്ഷണങ്ങൾ നോക്കുക. ഏറെ നിയമങ്ങളുള്ള രാജ്യമാണ് എൻ്റെ ഭാരതം, നീതിയേറെ ചുരുങ്ങിയ രാജ്യവും. നിയമങ്ങളേറുന്ന മണ്ണിൽ നീതി ചുരുങ്ങുമോ? കവേ, നീതി ചുരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നീതി ദേവത നിദ്രയിലാണ്. താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും പ്രത്യയശാസ്ത്രത്തോടും ഏറെ വിശ്വാസവും കൂറും പുലർത്തുന്നുവെന്ന് വ്യക്തമാക്കുന്ന കവിതയാണ് ഉറച്ചതാണു വേരുകൾ. കവി ചൊല്ലുന്നു: ഉറച്ചതാണു വേരുകൾ, മണ്ണിൽ ഉറച്ചതാണു വേരുകൾ, ഞങ്ങളുടെ വേരുകൾ. തണ്ടുകൾ അറുത്തറുത്തെറിഞ്ഞുവെന്നാലും കിളിർത്തുവരും, തഴച്ചുവരും ഞങ്ങൾ വീണ്ടും. മണ്ണിൽ ഉറച്ചതാണു വേരുകൾ. പാഠപുസ്തകം രചിച്ചു തന്നു വയറ്റിലെ തീമരം. കാട്ടുവള്ളി പോലെ ചിന്തകൾ വളരുവാൻ തുറന്നുവെക്കാം നമുക്ക് അടച്ചുവെച്ച ജ്ഞാനസർവ പുസ്തകങ്ങൾ എന്ന് കവി ആഹ്വാനം ചെയ്യുന്നു. മണ്ണിനോടുള്ള കവിയുടെ അണമുറിയാത്ത സ്നേഹം പ്രകടമാക്കുന്ന കവിതയാണ് ഈ മണ്ണെൻ്റെ പൊന്ന്. ഇത് നീണ്ട ഒരു കവിതയാണ്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മണ്ണേ, നീയാണെൻ്റെ പൊന്ന്. മുത്തശ്ശി തൻ മടിത്തട്ടിലിരുന്നു വാക്കോതി നിന്നെഞ്ചിൽ ഞാനൻ ചൂണ്ടുവിരൽ തുമ്പൂന്നി ഹരിശ്രീ കുറിക്കവേ, എൻ്റെ മനസ്സിൽ അക്ഷരച്ചാലുകൾ കീറിയ മണ്ണേ, നീയാണെൻ്റെ പൊന്ന്. മണ്ണിൽ കളിച്ച നാൾ മുതൽ മണ്ണ് തിന്ന് മണ്ണിൽ ജീവിച്ച് മണ്ണായി മാറുന്നതുവരെയുള്ള ജീവിതക്രമം കവിതയിൽ കവി വർണ്ണിക്കുന്നു. എത്ര ഹൃദയസ്പർശിയാണ് വരികൾ! ശൈശവത്തിൽ കേട്ട താളങ്ങൾ ജീവിതത്തിൻ്റെ ആദ്യ താളമായി കവി സ്വീകരിച്ചിട്ടുണ്ട്. അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഏറെ അനുഭവിച്ചിട്ടുള്ള കവി എന്നും അമ്മയോടും അമ്മ നാടിനോടും ചേർന്നു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കളി തുടരുന്നു എന്ന കവിതയിൽ കവി ബാല്യകാല അനുഭവങ്ങളെ ചേർത്തു വയ്ക്കുന്നു. ഒരിക്കൽ കൂടി ബാല്യത്തിലേക്ക് തിരിച്ചു പോകാനും മാതൃസ്നേഹം നുകരാനും കവി ആഗ്രഹിക്കുന്നു. തൊണ്ടടിയുടെ താളവും റാട്ടിൻ്റെ ഈണവും നൽകിയ നിൻ താരാട്ടുപാട്ടുകൾ ഓർത്തെടുക്കുന്നു ഞാനിന്ന്. പല കഷണങ്ങളായി മുറിച്ചു പണ്ടു നീ എനിക്ക് നൽകിയ ചിത്രം. ഏതു ജന്മത്തിലും നിന്നെ പിരിഞ്ഞിരിക്കാനാകാത്ത സ്നേഹത്തിൻ ആൽക്കെമി. അതിലെ ഓരോ തുണ്ടും തിരിച്ചും മറിച്ചും ചേർത്തുവെച്ച് ഞാൻ ഇന്നും കളി തുടരുന്നു. നീ ഒളിപ്പിച്ചു വെച്ച ചിത്രം പിന്നെയും പിന്നെയും കണ്ടെത്തി രസിക്കുവാൻ. കവി പാടുകയാണ്: പ്രകൃതിയെ പാഠപുസ്തകമായും അറിവായും അനുഭവമായും മാറ്റുകയാണ് കർമ്മം കൊണ്ടും ചിന്തകൾ കൊണ്ടും അധ്യാപകനായ കവി. ഇനിയുമുണ്ട് ഏറെ പഠിക്കുവാൻ എന്ന കവിതയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യനിൽ തുടങ്ങി മണ്ണിലെ കുഞ്ഞുറുമ്പിൽ നിന്നുവരെ ഏറെ പഠിക്കുവാനുണ്ടെന്നും കവിത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രകൃതി നൽകിയ പാഠപുസ്തകത്താളുകൾ ഞാൻ ഇന്നും വീണ്ടും വീണ്ടും മറിച്ചു നോക്കുകയാണ്. ഇനിയും വഴി ഏറെയുണ്ട് എനിക്ക് താണ്ടുവാൻ, കാഴ്ചകൾ ഏറെയുണ്ട് പഠിക്കുവാൻ എന്ന് അദ്ദേഹം പറയുന്നു. കുട്ടിക്കാലത്ത് അമ്മയുടെ മുലക്കണ്ണിൽ ചെന്നിനായകം തേച്ച് പാലുകൂടി നിഷേധിക്കപ്പെട്ടത് ഒരു നൊമ്പരമായി കവിക്ക് അനുഭവപ്പെട്ടിരുന്നു. വലുതായപ്പോൾ ചില മോശം ശീലത്തിലേക്കും പിന്നീട് ഒരു നല്ല ശീലത്തിലേക്കും എത്തിയ ഒരു കാര്യം പറയുകയാണ് ആദ്യ അടുപ്പം എന്ന കവിതയിലൂടെ. അമ്മയുടെ മുലകളിൽ ചെന്നിനായകം തേച്ചു വലിച്ചുകൂടി നിർത്തിച്ച നാളുകൾ അതിൻ പ്രതിഷേധമായി. പിന്നെ കിട്ടുന്നതൊക്കെയും വലിച്ചു കുടിച്ചു. വളർന്നപ്പോൾ എപ്പോഴോ പുകവലിച്ചു കുടിക്കുന്നതിലേക്കെറിയപ്പെട്ടു. പുകവലി മറന്നു. പിന്നെ വായന വലിച്ചുകുടിയായി. കവിക്ക് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ചെറുതിലെ മാതാവ് പകർന്നു നൽകിയെന്ന് വേണം കരുതാൻ. ചെറിയവർ എന്ന കവിത അതിനു സാക്ഷിയാണ്. വലിയവനായി നീ വളരണം, ചെറിയവനായി നീ എന്നും ചെറിയവരോടൊത്തുകൂടണം. അമ്മ പറഞ്ഞു പഠിപ്പിച്ച പാഠങ്ങൾ തിളങ്ങുന്നു മനസ്സിലിപ്പോഴും. ചെറിയവരുടെ മനസ്സെത്ര വിശാലം, മണമുണ്ടതിൽ സ്നേഹത്തേനുണ്ട്. ചെറിയവരാണീ മണ്ണിൽ ഏറിയവർ, അവരാണ് നായകർ. ചെറിയവരുടെ കരസ്പർശമേറ്റ് നിദ്രയിലേക്ക് മടങ്ങണം.
കവി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ശാസ്ത്രാന്വേഷിയായ കവി ലോകത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ആകുലനാണ്. ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ സ്വാധീനിക്കുന്നതാണ് ആർട്ടിക്കൻ മഞ്ഞുമലകൾ. ആർട്ടിക്കയെ സംരക്ഷിക്കേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യകതയാണ്. ഇക്കാര്യം ആർട്ടിക്ക എന്ന കവിതയിലൂടെ കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഭൂമിക്കു ശീതോഷ്ണ സ്വയം നിയന്ത്രണ യന്ത്രമായി വർത്തിക്കും ആർട്ടിക്കയെ, നീയില്ലാതൊരു ലോകമുണ്ടോ? കവി ഓർമ്മപ്പെടുത്തുന്നു. സ്വന്തം ജീവിതാനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ, ശാസ്ത്രചിന്തകൾ, അഭിനിവേശങ്ങൾ, വൈകാരിക വിക്ഷോഭങ്ങൾ എന്നിവയുടെ ശക്തമായ അടിത്തറയിൽ നിന്നും സ്വാഭാവികമായി പെയ്തിറങ്ങിയതാണ് ഡോക്ടർ പ്രസന്നൻ സാറിൻ്റെ ഏകദേശം 100ഓളം വരുന്ന കവിതകളെന്ന് ഞാൻ കരുതുന്നു. ഈ സമാഹാരത്തിലുള്ള ഓരോ കവിതയിലും കവിയുടെ ഏകാന്ത ചിന്തയിൽ ഉരുത്തിരിഞ്ഞ മാനവികതയുടെ മണവും നനവും തെളിമയും ഊടും പാവും ചെയ്ത വരികൾക്കിടയിൽ ഒരു നിഷ്കളങ്ക കവിഹൃദയത്തിൻ്റെ കുസൃതി നിറഞ്ഞ ചെറുപുഞ്ചിരി കാണാം. ഈ സമാഹാരത്തിലെ കവിതകൾ പുറം ലോകത്തിൻ്റെ ഇടപെടലുണ്ടാകാതെ ശുദ്ധവും മൗലികവുമായി നമുക്ക് തരികയാണ് കവി. ജീവിതം രസതന്ത്രമാണുണ്ണി, നീ കണ്ട നാളിക്കുള്ളിലൊരു രസമുണ്ടതിൽ, രാസഹൃദയങ്ങളുടെ തീപ്പാട്ടുണ്ട് എന്നു ചൊല്ലുന്ന ഈ രസതന്ത്ര അധ്യാപകൻ ഇനിയും കാവ്യരസം പകരട്ടെ. ഉറച്ചതാണ് വേരുകൾ എന്ന പുസ്തകം പരിചയപ്പെടുത്താൻ എനിക്ക് അവസരം തന്ന സംഘാടകർക്ക് നന്ദി.